ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 4-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 4-ാം അധ്യായത്തിൽ ലേവി പുത്രന്മാരായ കെഹാത്യർ, ഗർശോന്യർ, മെറാറിയർ എന്നിവരുടെ കടമകളെക്കുറിച്ച് അഥവാ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടതെന്ന് ഓരോരുത്തർക്കും പ്രത്യേകമായ ചുമതലകൾ മോശ മുഖാന്തരം യഹോവയായ ദൈവം ഇവിടെ പരമേൽപ്പിക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ലേവിയുടെ മക്കളെ ഈ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നത് ലേവിയല്ല, ദൈവമാണ് അവരെ ചുമതലപ്പെടുത്തുന്നത്. അവരെ തിരഞ്ഞെടുത്തതും ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവികമായ ശുശ്രൂഷയ്ക്ക് നമ്മളെ വിളിക്കേണ്ടതും നമ്മളെ തിരഞ്ഞെടുക്കേണ്ടതും നമ്മുടെ ദൈവം തന്നെയാണ്. നമുക്ക് ആഗ്രഹമുണ്ടാകാം, എന്നാൽ ദൈവവിളി ഇല്ലാതെ അതിൽ പ്രവേശിക്കാൻ പാടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, 15-ാം വാക്യം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് ഫലം കായ്ക്കേണ്ടതിന് ആക്കി വച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവരായി ജനിച്ചതുപോലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. എഫേസ്യർ 4-ന്റെ എഫേസ്യലേഖനം 1-ാം അധ്യായത്തിന് 4 മുതൽ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പൗലോസ്ലീഹ പറയുന്നു, ലോകസ്ഥാപനത്തിനു മുൻപേ ക്രിസ്തുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തെന്നാണ്, അവൻ്റെ കൃപയ്ക്കും മഹിമാദനത്തിനും പങ്കുപറ്റുവാൻ. ലോകസ്ഥാപനം ഭൂമി ഉണ്ടാവട്ടെ എന്ന് ദൈവം പറഞ്ഞതാണ്. അതിനു മുൻപ് തന്നെ ഇതുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് ക്രൈസ്തവ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയത്. എന്തിനാണ്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് സ്ത്രീഹന്മാരോട് പറഞ്ഞതുപോലെ കർത്താവ് തുടങ്ങി വെച്ച് തുടരാനുള്ള ദൗത്യം ക്രൈസ്തവ സമൂഹത്തിനെ മുഴുവൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിലോരോരുത്തർക്കും പ്രത്യേകമായ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ദൈവം പ്രത്യേകമായി അവിടെ ഏൽപ്പിക്കുന്നുണ്ട്. ആയതുപോലെ ഇവിടെ ആ ദൈവത്തിൻ്റെ വലിയ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടെ ആര് നമ്മളെ തിരഞ്ഞെടുത്തുവോ ആ ദൈവഹിതത്തിന് വിധേയമായി, ദൈവകൽപ്പനകൾക്ക് വിധേയമായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ആ ശുശ്രൂഷകൾ ദൈവം വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധിയോടുകൂടി മാത്രം ആ ശുശ്രൂഷയെ കാണാനും അത് പ്രവർത്തിക്കാനും നമുക്കിടയാകണം. ഒന്നാമത് നമ്മൾ വായിക്കുന്ന 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കെഹാത്യരുടെ ആ കടമകളാണ്. അവിടെ പറയുന്നു, മോശയോട് ദൈവം പറഞ്ഞു, 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള പുരുഷന്മാരെ കെഹാത്യരുടെ കൂട്ടത്തിൽ നിന്ന് നീ വേർതിരിച്ചെടുക്കണം. ഇവരുടെ ഇനിയും ഈ 3 ആ പേരുടെ മക്കളിലും ഇങ്ങനെ എല്ലാം 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. പഴയ നിയമത്തിലെ സമാഗമന കൂടാരവുമായി പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടൊരു പ്രായമായി 30 വയസ്സിനും 50 വയസ്സിനിടയിൽ നല്ല ആരോഗ്യമുള്ള ഒരു കാലഘട്ടമാണല്ലോ മനുഷ്യ ജീവിതത്തിലെ. ആ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ളവരെ നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മളും നമ്മുടെ ആ നല്ല കാലം, നല്ല യൗവനം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കണം. ആർക്കും വേണ്ടാത്ത വാർദ്ധക്യമല്ല ദൈവത്തിന് നമ്മൾ സമർപ്പിക്കേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ആരോഗ്യമുള്ള ആ നല്ല കാലം തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്കിടയാകണം. അതുകൊണ്ട് സോളമൻ പറഞ്ഞത് ഓർക്കുക, യൗവനത്തിൻ്റെ സൃഷ്ടതാവിനെ നീ അറിയുക. ഇനി അങ്ങനെ അവർ എടുത്തതിന് ശേഷം അവരുടെ ജോലി സമാഗമന കൂടാരത്തിലെ വിശുദ്ധ വസ്തുക്കളെ ചുമന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അതിനു മുൻപ് അഹ്റോനും അവൻ്റെ ഗുണത്തിലുള്ളതായ പുരോഹിതന്മാരും അകത്ത് കയറി വിശുദ്ധ വസ്തുക്കളൊക്കെ പ്രത്യേകം അത് കവർ ചെയ്ത് മൂടണം. അതേ ആരും സ്പർശിക്കാൻ പാടില്ല, ആരും അതിൽ നോക്കാനും പാടില്ല. കാരണം അത് ദൈവത്തിൻ്റെ അതിവിശുദ്ധതയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വെറുതെ അതിന് വെളിയില്ലാത്തവർ, അതിനെ ചുമതലപ്പെടുത്താത്തവർ അതിനെ സ്പർശിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഓരോ സാധനങ്ങളും എങ്ങനെ കവർ ചെയ്യണമെന്ന് പ്രത്യേകമായി നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം കെഹാത്യർ വന്ന് അത് ചുമന്നുകൊണ്ട് പോകണം.
എന്നിട്ട് പറയുന്നു, അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്ന കെഹാത്യരുടെ എണ്ണം കുറഞ്ഞു പോകാതെ അവരെ സൂക്ഷിക്കണം. കാരണം അവരറിയാതെ പോലും ഇതിൽ നോക്കുകയോ ഇതിൽ സ്പർശിക്കുകയോ ചെയ്ത് അവർ മരിച്ചു പോകാനിടയ കാരണമാവരുത്. കാരണം ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധമായ സാധനങ്ങളാണ് അവർ ഇപ്പോൾ ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ അതിവിശുദ്ധ സ്ഥലത്തെ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ അവരെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അവരുടെ എണ്ണം കുറഞ്ഞു പോകാതെ നീ അവരെ പ്രത്യേകം സൂക്ഷിക്കണം. അവരുടെ മേൽനോട്ടം അഹരോന്റെ പുത്രനായ ഏലിയാസാറിനും ഇവിടെ പരമേൽപ്പിക്കുകയാണ്. ഇനി അതിൽ 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഗർശോന്യരുടെ ആ ചുമതലകളെക്കുറിച്ചാണ്. അവരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള പുരുഷന്മാരെ ആരോഗ്യദൃഢഗാത്രന്മാരെ നീ അവിടുന്ന് തിരഞ്ഞെടുക്കണം. അവർക്ക് ഇത് വഹിക്കുവാനുള്ളത് സമാഗമന കൂടാരത്തിൻ്റെ ആവരണം, അതിൻ്റെ വിരികൾ, അതിൻ്റെ ചരടുകൾ, അതിൻ്റെ ബാഹ്യമായ അതിൻ്റെ പുറത്തുപയോഗിക്കുന്ന സകല സാധനങ്ങളും അവരാണ് വഹിക്കേണ്ടത്. അവരുടെ മേൽനോട്ടം അഹരോന്റെ പുത്രനായ ഇത്താമറിന് അവിടെ നൽകുകയാണ്. മൂന്നാമത് 29 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് മെറാരിയുടെ ആ കടമകളാണ്. അതിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കന്മാരെ തിരഞ്ഞെടുക്കണം. അവർ വഹിക്കേണ്ടത് ഈ സമാഗമന കൂടാരത്തിലെ ചട്ടുകങ്ങൾ, അഴികൾ, തൂണുകൾ, പാദക്കുടങ്ങൾ, അങ്കണത്തിലെ തൂണുകൾ, കൊളുത്തുകൾ എന്നിവയൊക്കെയാണ്. അവരുടെ മേൽനോട്ടവും ഇത്താമറിനാണ്. അപ്പം അഹരോന്റെ 2 പുത്രന്മാരെ എലിയാസാറിനും ഇത്താമറിനുമായി ഈ 3 കൂട്ടരുടെ എല്ലാ മേൽനോട്ടവും നൽകി വളരെ സുരക്ഷിതമായി വളരെ വിശുദ്ധിയോടെ പ്രാർത്ഥനാപൂർവം ഈ സാധനങ്ങൾ അവർ ചുമന്നുകൊണ്ട് പോകേണ്ടതാണ്. മൊത്തം എണ്ണത്തെക്കുറിച്ച് ഇനിയും 34 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ലേവ്യരുടെ ഈ 3 മക്കളിൽ നിന്ന് 30 വയസ്സിനും 50 വയസ്സിനുമൊക്കെ പ്രായമുള്ളവരുടെ സംഖ്യ പറയുന്നു. കെഹാത്യ കുലത്തിൽ 2750, ഗർശോന്യ കുലത്തിൽ 2630, മറാരി കുലത്തിൽ 3200, ആകെ 8580 പേർ. എന്നിട്ട് മോശ ഓരോരുത്തർക്കും അവരവരുടെ ആ ചുമതല അവിടെ പരിമേൽപ്പിക്കുകയാണ്. പുതിയ നിയമ സഭയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ പറയാം, അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നു, കർത്താവ് ഓരോരുത്തരെ അവിടെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ശുശ്രൂഷകന്മാർ, അല്ലെങ്കിൽ പുരോഹിതന്മാർ, സുവിശേഷകർ, ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോരുത്തരുടെയും ആ ചുമതലകൾ അതനുസരിച്ച് വിശുദ്ധിയോടും ദൈവാനുഭവത്തോടും ദൈവികമായ ഭക്തിയോടും ഭയഭക്തിയോടുകൂടി ഇത് നിർവഹിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇവരെല്ലാവരും കൂടെ സഹകരിക്കുമ്പോഴാണ് സമാഗമന കൂടാരം ഉണ്ടാവുന്നത്. ഈ 3 മക്കളുടെ ആളുകൾ, ഈ ഇത്രയും ആളുകൾ ഒന്നിച്ച് ചേർന്ന് ഐക്യതയോടെ അവരെ സഹകരിക്കുമ്പോഴാണ് കൂടാരം പൊളിക്കാനും പിന്നെ സ്ഥാപിക്കാനും സാധിക്കുന്നത്. ഇന്നും സഭയിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ ഐക്യതയിലാണ് സഭയുടെ നിലനിൽപ്പ്. നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളും കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ ഇല്ലാതെ പോകുന്നത് അത് സഭയാണ്. അത് ദൈവികമായ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും അത് ചിന്തിക്കുവാനും അതനുസരിച്ച് വിശുദ്ധിയോടും ദൈവാനുഭവത്തോടും ശുശ്രൂഷകൾ നിർവഹിക്കുവാനും നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് നമ്മളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.